അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തും പറയാം എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യന് ആരെ പറ്റിയും ഞാൻ എന്തും പറയും. എനിക്ക് ഒരു പേടിയില്ല, പടച്ചോനെയും പേടിയില്ല, പടപ്പാളിയും പേടിയില്ല. ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഉണ്ടാവും. ചില ആൾക്കാർ പടച്ചോനെ പേടിക്കാത്തത് പടപ്പുകളെ പേടിക്കണമുണ്ട്. പടപ്പുകളെ പേടിക്കാത്തത് പടച്ചോനെ പേടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. ചില ആളുകളുടെ ഓരോ ഇതിനനുസരിച്ചിട്ട് അല്ലേ. പടച്ചോനെ പേടിയില്ലെങ്കിലും പടപ്പുകളെ പേടിക്കണം എന്നറിയും ചില വിഷയം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ കള്ളുടിച്ചിന ആൾക്കാർ തന്നെ എന്താണ്, അത് പടപ്പുകളെ പേടി ഉണ്ടായതുകൊണ്ടാണ് ഒളിഞ്ഞും മറിഞ്ഞും കൊണ്ടും ചെയ്യണത്. അതുപോലെ തന്നാമ്പാടിത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒളിഞ്ഞും മറിഞ്ഞും ചെയ്യണത് പടപ്പുകളെ പേടിച്ചതുകൊണ്ടാണ്. പടച്ചോനെ പേടിയാണെന്ന് വെച്ചാൽ എവിടുന്നും കുടിച്ചൂലല്ലോ, എവിടുന്നും ചെയ്യൂലല്ലോ. കാരണം പടച്ചോനത് എവിടെ ഹൽവത്തിലിരുന്ന് ചെയ്താലും പടച്ചോനത് അറിയും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇവൻ അതിൽപ്പെട്ടൊരു മനുഷ്യനാണ് ഈ നൗഷാദ്. എന്തൊരു ജാതിയാണ് ഇവന്ന് പറയാൻ തന്നെ കഴിഞ്ഞില്ല. ഇവൻ ഷെയർ മുബാറക്കിൻ്റെ ഒരു വിഷയം കേട്ട് നോക്കുമ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഇതപ്പം പറയണമെന്ന് കേട്ട് നോക്കാം നിങ്ങൾ. അപ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ സനദിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരിലുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വിശ്വസ്തതയുടെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നായി. ഇവരിലുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റൂല എന്നായി. ഓഞ്ചമ്മോയൻ്റെ ഇവരിലുള്ള വിശ്വാസം ഏത് മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പറഞ്ഞത്? എൻ്റെ കോമാട്ട് ചാലിൽ കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ കോമാട്ടിൽ അബ്ദുള്ളാൻ്റെ ഒപ്പം ഉള്ള 4 ആൾക്കാർക്കോ 4 ആൾക്കാരാ എന്തത്താ ചങ്ങായി ജീപ്പ് അറിയുന്നത്? പിന്നെ അവർ വായിച്ച സനദായിരുന്നു. ആ സനദിനെ കുറിച്ച് അന്ന് തന്നെ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉന്നതരായ ആളുകളോട് ചോദിച്ചിരുന്നു. കാരണം ബോംബെയിലെ ജാലിയൻവാലയിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. ജാലിയൻവാല അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം ജാലിയൻവാലയെ കാണുകയോ ഉണ്ടായിട്ടില്ല. പിന്നെങ്ങനെ കിട്ടി? ഇത്തരൊരു കളവൻ, കള്ളൻ, ഇത്തരൊരു വലിയ പെരുങ്കള്ളൻ. കാരണം ഈ ജാലിയൻവാലൻ്റെ അടുത്തേക്ക് സുൽത്താനുല്ലുലമ പോയി, ഖമറുല്ലുലമ പോയി എന്നും അവിടെ ചെന്ന് സംസാരിച്ചു എന്നും എന്തൊക്കെയാ ഇവൻ പ്രസംഗിച്ചിരുന്നതോ. ഈ ഷെയർ മുബാറക്കിൻ്റെ വിഷയത്തിൽ ഏറ്റവും കിണ്ടിയും വെള്ളം കൂടുതലെടുത്ത് ഇവനാണ് ഏറ്റവും കൂടുതൽ കിണ്ടിയും വെള്ളം എടുത്തിക്കണത്, വേറെ ആരുമല്ല. എത്ര കാര്യങ്ങളൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ജാലിയൻവാലയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നതിന്റെ രേഖ എവിടെ? അപ്പൊ അതും ഇല്ലേ സംഭവം? അതാണ് ഇയാളെ വാക്ക് പോരാ, അയാൾ പറഞ്ഞാ പോരാ, ബൈനത്ത് കൊണ്ടുവരണം, സാക്ഷി വേണം. ഇത് എല്ലാം തന്നെ പറയുന്നത് കേട്ടോ. എവിടെ എന്നോ തന്നെ ചോദിക്കണത്, പിന്നെ സാക്ഷി വേണമെന്നോ തന്നെ പറയണത്, സാക്ഷി വേണ്ടെന്നോ തന്നെ പറയണത്, പിന്നെ ഉണ്ടായാൽ മതി, ഷെയറാണെന്ന് പറഞ്ഞാൽ മതി, എന്നാ അംഗീകരിച്ചോളണം എന്നൊക്കെ തന്നെ പറയണത്. എല്ലാം എന്താ പറയണത്. ഈ ചങ്ങായിക്ക് എന്തിൻ്റെ അസുഖമാണെന്ന് അല്ലാഹു അയലട്ടോ. ഇവനെ വേറെ ചികിത്സിക്കാനായിക്കണവനൊക്കെ. ഇനി അവൻ പറയുന്നുണ്ട് അതിൻ്റെ വിഷയം. അതേ സമയത്ത് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മർക്കസിലുള്ള ഷെയറുമാർക്ക് മുത്തുനബിയുടേത് തന്നെയാണ്. ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് വിളിച്ചു പറയും. അതാ ഹക്ക് 2 പക്ഷത്തുമില്ല. ഞങ്ങൾ ഇത് രണ്ടിനും ഇടയ്ക്ക് ഹക്കായ ഉമ്മത്തൻ വസത. അതാ ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത്. മുത്തുനബിയിലേക്ക് ചേർക്കപ്പെട്ടതിൽ പിന്നെ സംശയമില്ല. മൂസാ നബി ഫിരൗന്റെ കയ്യിലാന്ന് വെച്ചുകൊണ്ട് മൂസാ നബി അല്ലാതാവും. ആളെ നോക്കിയിട്ട് ഓരോ വിഷയം തീരുമാനിക്കേണ്ടത്. അതൊന്നും അതല്ലാത്തതിനുള്ള കാരണമല്ല. നീളുള്ളതും കൂടുതലുള്ള ഒന്നും അതിന്റെ കാരണമല്ല. അത് അന്ന് പറയുന്ന പോലെ ഇന്നും വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. അതിലായിരിക്കും അവിടെ തർക്കം. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പോക്ക് ഇതാണ്. ഇതാണ് നമ്മളെ നൗഷാദിന്റെ ഒരു കോലം. ഇനി ഇതാ വേറെ ഇഷ്ടം പോലെ ഉണ്ട്, നോക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ,
ഇത് നമ്മൾ സമ്മതിച്ചങ്ങ് കൊടുക്കുക. പണ്ടുകാലത്ത് പറഞ്ഞതിനെതിരെ ഒരു കാലത്തും പറയാതിരിക്കുക. മുത്തുനബിയിലേക്ക് ഒരു വസ്തുവിനെ ചേർത്തി പറഞ്ഞാൽ ഇത് മുത്തുനബിയുടേതാണ് എന്ന് പറഞ്ഞു. അത് എന്താവട്ടെ, അതൊരു കല്ലാവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഷഹർ മുബാറക്കാവട്ടെ, അവിടുത്തെ ചെരുപ്പ് നെഹ്ൽ മുബാറക്കാവട്ടെ, മുത്തുനബിയിലേക്ക് ചേർത്തി പറഞ്ഞു. അതിനെ ആദരിക്കലാണ് കേട്ടോ അതബ്, ആദരിക്കലാണ് അതബ്. ചോദ്യം ചെയ്യൽ അതബല്ല. മുത്തുനബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മുത്തുനബിയിലേക്കൊരു വിഷയത്തെ ചേർത്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കലാണ് അതബ്. അത് അംഗീകരിക്കലാണ് അതബ്. റസൂലുള്ളാഹിയുടെ മുടിയാണെന്നൊരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കലാണ് അതബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കലാണ് അതബ്. ഇതാ കോമാടൻ പ്രസംഗിക്കുന്നു. കോമാടൻ ഔലന്റെ മുരീദ് പ്രസംഗിക്കാൻ ഔഷാദ് ഇതെന്ന് പ്രസംഗിച്ചറിയോ? ഇത് കാന്തപുരം വിഭാഗത്തിലായിരുന്നപ്പോൾ പ്രസംഗിച്ചതല്ല കേട്ടോ. ഇവൻ്റെ ആദർശ മുന്നേറ്റത്തിൽ പ്രസംഗിച്ച പ്രസംഗമാണ് കേട്ടോ. ഇവൻ കുരുവട്ടൂരിൽ പോയതിന് ശേഷം പ്രസംഗിച്ച പ്രസംഗമാണിത്. അങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഈ വിഷയത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇവനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറച്ചു നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അളകിയിട്ടുള്ളത്. ഓലിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് ഓൻ്റെ കൂട്ടത്തിൽ നിന്ന് പോരാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി കുറച്ചും കൂടി ഉണ്ട്, പറയട്ടെ. സഹോദരങ്ങളെ, താജുൽ ഉലമ സയ്യിദ് അവറുകളും മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാരും കാന്തപുരം ഉസ്താദുമൊക്കെ നയിച്ച ഈ മഹാപ്രസ്ഥാനം ഒന്നും ഒരു ശക്തിക്കും ഒരു കാലത്തും തകർക്കാൻ കഴിയില്ല. ഒരു കാലത്തും താജുൽ ഉലമ സയ്യിദ് അവറുകളുടെ പ്രസ്ഥാനത്തെയും ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളുടെ പ്രസ്ഥാനത്തെയും ഒരു കാലത്തും ഒരാൾക്കും തകർക്കാൻ കഴിയുകയില്ല. അല്ലാഹു അക്ബർ. ഇതാര് പ്രസംഗിച്ചാറിയോ? നൗഷാദ് പ്രസംഗിച്ച. എന്ന് പ്രസംഗിച്ചാറിയോ? കാന്തപുരം വിഭാഗത്തിൽ നിന്ന് അന്ന് പ്രസംഗിച്ചതല്ല. ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് വട്ടൂരി സ്റ്റേജിൽ പ്രസംഗിച്ച പ്രസംഗം. അതൊക്കെ വട്ടൂരി സ്റ്റേജിൽ പ്രസംഗിച്ച പ്രസംഗമാണ്. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓൻ്റെ പ്രസംഗങ്ങൾ കേൾക്കലില്ലേ? ആ മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇതൊക്കെ ഇട്ടിക്കണത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് ഇവനെ പിൻപറ്റണോ പിന്തുടരണോ, ഇവനെ വലിച്ചെറിയണോ എന്ന് ഇവൻ്റെ പിന്നിലുള്ള ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവൻ കാപട്യനാണ്. ഇവൻ എവിടെയൊക്കെ ചെന്ന് തൊട്ടോ അവിടെയൊക്കെ കത്തിയിട്ടുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഇപ്പം വന്നു. വന്നതിൻ്റെ പിറ്റേത്തെ കൊല്ലത്തിലുള്ള സമ്മേളനം അവിടെ കുത്തിത്തിരിപ്പോടെ പ്രശ്നം കൊണ്ട് പ്രശ്നം. കൂരിയാട് നദിവിനെ ഒന്ന് പോയി അവൻ കൈയൊടിച്ചു. അവിടെ ചെന്ന് തൊട്ടു, അവിടെയും കുത്തിത്തിരിപ്പോണ്ട് തിരിപ്പ്. കൂരിയാട് നദിവിക്കുണ്ടായ ആഫത്ത് ജനിച്ചിട്ട് അയാൾക്ക് ഇതുപോലെ ഒത്തിരി വിഷയത്തിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ അയാൾ ഇടങ്ങാറായി. അങ്ങനെ അയാൾ നിളന്തിക്കൊന്ന് വരുന്ന കയറാൻ വേണ്ടി കൊണ്ട് നോക്കി. നിളന്ത മൊത്തം അടിച്ചു പിരിഞ്ഞു. പിന്നുണ്ടായതോ അതിൻ്റെ മുന്നേ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, പാണക്കാട്ട് തങ്ങളെടുത്തൊന്ന് പോയി. സ്വാദിഖ് അലി തങ്ങളെടുത്ത് ഈ സ്വാദിഖ് അലി സിയാബ് തങ്ങളെടുത്തൊന്ന് പോയി കണ്ട് മുഖം കാണിച്ച് അവിടെ മൗലൂദിന് ഓൻ്റെ ചന്തി അവിടെ വെച്ച അന്ന് തുടങ്ങിയതാണ് അവിടുത്തെ ഫിത്തന, പാണക്കാട്ടത്തുള്ള കുഴപ്പം. ഇവ എവിടൊക്കെ പോയി തൊട്ടോ അവിടൊക്കെ തിരുപ്പ. ഇവ ഏതെല്ലാം മേഖലകളിൽ പങ്കെടുത്തോ അവിടൊക്കെ കുത്തിത്തിരുപ്പ. ഞാനത് വെറുതെ അറിയില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പം പട്ടിക്കാട് ചെന്ന് ആ കൊല്ലത്തിലുള്ള സമ്മേളനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? കൂരിയാട് നദിവിനെ പോയി കണ്ടു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, പുകൽ കഴിഞ്ഞു. മുസ്തഫൽ ഫൈസിനെ പുറത്താക്കലും അകത്താക്കലും എന്തൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് മുസ്തഫൽ ഫൈസിനെ പുറത്താക്കിയെന്ന് കണ്ട് മുസ്തഫൽ ഫൈസിനെ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കൂരിയാടി നദിവി മുണ്ടാതിരുന്നു. ലാസ്റ്റ് പിന്നെ 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണ പ്രവർത്തനം എന്ത് ചെയ്തു, യൂട്യൂബിലൂടെ പിന്നെ നമ്മളെ കൂരിയാടി നദിവി നടത്തി.
അവസാനം ഇവന് എന്ത് ചെയ്തു, ഈ നിളന്തക്കാരൊക്കെ പാടെ പിടിച്ചുകാണ്ട് ഒന്ന് പ്രസംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നുള്ള തീരുമാനം എടുത്തു. നളന്തക്കാർ ഇത് ആദ്യം മുൻകൂട്ടി കണ്ടുകാണ്ട് എന്ത് കാട്ടി, ജിഫിരി തങ്ങളെ നിർത്തിക്കാണ്ട് എല്ലാവരും പാടെ നളന്തക്കാർ ബാക്കിൽ നിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് കാണ്ടാണ് വിട്ടു. ഫോട്ടോ എടുത്ത് കാണ്ട് വിട്ടു. ഇപ്പോൾ മുസ്തഫൽ ഫൈസിയും കുടുങ്ങി. ഇപ്പോൾ മുസ്തഫൽ ഫൈസി അവിടെ ഇവിടെ ഒന്നൊരു പിടുത്തം കിട്ടാതെ നടന്നു കൊടുക്കുക, അത് വേറെ വിഷയം. അതൊക്കെ ഇവൻ എവിടെ ചെന്ന് തൊട്ടോ, ഇവൻ ആരോട് മന്ത്രിച്ചോ ആ ചെവി പിന്നെ കേൾക്കൂല. ഹക്ക് ആ ചെവി പിന്നെ കേൾക്കൂല. ഇവൻ ആരോടൊക്കെ മന്ത്രിച്ചോ ആ ചെവിയിലൂടെ പിന്നെ ഹക്ക് കേൾക്കൂല. അതിൽ പിന്നെ വെറും ഫിത്തനകളാണ് അവനക്ക് കേൾക്കാൻ കഴിയുക. കാരണം ഇവൻ ചെവിയിൽ മന്ത്രിച്ചാൽ ആ ചെവിയിൽ ഇബിലീസ് മുട്ടയിട്ട് അവർ കുടിയിരുന്ന് പാർക്കും. പിന്നെ അവിടെ നല്ലത് ചെല്ലൂല. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇപ്പോൾ ഇവരുടെ ഈ സമസ്തയുടെ ഉള്ളിലൂടെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇതിൻ്റെ ഏക ഒരു വ്യക്തി ഈ കുരുവട്ടൂരി നൗഷാദ. ഇവന് ഇവിടുന്ന് എടുത്തെറിഞ്ഞു. ഇവൻ ഇവിടെ കടന്ന് ചാകുമായിരുന്നു. ഓൻ്റെ CD കച്ചവടവും ഓൻ്റെ പിന്നെ ഓയൽമുണ്ടും കച്ചവടവും ഓൻ്റെ അത്തറും കച്ചവടവും ഇങ്ങനെ എല്ലാ കുത്തിത്തിരിപ്പും ഇവിടെ നടക്കുകയായിരുന്നു. ഒരു സമ്മേളനത്തിനൊരു പരിപാടിക്കട് ചെന്നിട്ടുണ്ട്, ചില 10-20 24,000 CD അവന് വിൽക്കണം, എന്നെങ്കിലും അവൻ്റെ കാര്യം നടക്കുള്ളൂ. അതിനോൻ തന്നെ നല്ല അനൗൺസും കാര്യങ്ങളും ചെയ്ത് കണ്ട് അതങ്ങനെ വിറ്റ് പോയും. പക്ഷേ ആ CD കച്ചവടം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഷെയർ മുബാറക്കിൻ്റെ വിഷയമാണല്ലോ ഇതിൽ പറഞ്ഞത്. നേരം വെളുത്തുമ്പാട് ഇവനും സമതും ഇറങ്ങി. സമതി എസ്കെൻ്റെ നേതാവായിരുന്നു ദർസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ. ഓൻ അബജദ് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ച് എസ്കെൻ്റെ നേതാവായിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയിലാണ് അങ്ങനെ അതിലൂടെയാണ് ജനങ്ങളോം വളർത്തിക്കൊണ്ട് വന്നിരുന്നത്. അങ്ങനെയാണ് ഈ നൗഷാദിന് ഈ പിന്നെ ആ ദർസിലേക്ക് ഇവൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ ഉസ്താദിലേക്ക് ആ ദർസിലേക്ക് കോമാടൻ ചെല്ലുന്നത് ഒരൊറ്റ കൊല്ലത്തിന്. കോമാടൻ ചെന്നുകാണ്ട് കോമാടൻ പറഞ്ഞു, ഞാൻ പിന്നെ ഹിദർ നബിനെ കണ്ടു, ഹിദർ നബിൻ്റെ അടുത്ത് വന്നീനു, സലാം പറഞ്ഞീനു എന്നൊക്കെ പച്ച നോണ പറഞ്ഞപ്പോൾ അവിടുന്ന് ഉസ്താദ് റൂമൊക്കാക്കിയാണ്ട് 4 അങ്ങോട്ട് കൊടുത്ത് അമുക്കെ ഇവിടെ വന്നിട്ടാണ് നോണ അറിയണമെന്ന് വെച്ചുകൊണ്ട് അടിച്ചാണ് വിട്ടു ആരെ, കോമാടനെ. അങ്ങനെ മറ്റേ കുഞ്ഞെ പിന്നെ പമ്പേഴ്സ് കോളേജിലേക്കും പോയി. കോളേജിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ പെങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ അളിയാക്കിയും പിന്നെ അളിയാക്കായല്ലോ. അങ്ങനെ അളിയാക്കാന്ന് വെച്ചാൽ കറാമത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അളിയാക്കാൻ്റെ ഒപ്പം കോളേജിൽ നിന്ന് വന്നിട്ടാണ് കൂടി. അങ്ങനെ അളിയാക്കാൻ്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നൗഷാദും അതിലേക്ക് ചെല്ലുന്നത്. നൗഷാദ് മാത്രമൊന്നുമല്ല, നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾ ഇതിൽ ചെന്ന് പെട്ടു. പക്ഷേ ഇവന് ഉസ്താദിന് ഇഷ്ടമില്ലാതെ, ഉസ്താദിന് തൃപ്തിയില്ലാത്തൊരു മനുഷ്യനാണ് ഇവന് എന്ന് പറഞ്ഞ് ഇവൻ ആട്ടി വിട്ടുകണെന്ന് കാണലോട് കൂടെ തന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ ബാക്കിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല, ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട്. പറഞ്ഞു കൊണ്ടുവന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമാണ്. നമ്മളെന്ത് ചെയ്യരുത്, ഇവരുടെ കൂട്ടത്തിൽ ഒരിക്കലും കയറി വിശ്വസിക്കരുത്. നമുക്ക് ഏതും ആവാം, AP സമസ്ത ആകണമെങ്കിൽ ആവാം, EK സമസ്ത ആവണമെങ്കിൽ ആവാം, ദക്ഷിണ കേരള ആണെങ്കിൽ ആവാം, സംസ്ഥാനമാണെങ്കിൽ ആകാം. ഇതൊക്കെ 4 സുന്നിയാണ്. 4 സമസ്തക്കാർ സുന്നികളാണ്, സുന്നി ആശയക്കാരാണ്. അതിലേതുവാണെങ്കിലും നമുക്കാകാം. ഈ കള്ളത്തൊരീക്കത്തുകാരൊപ്പം അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ ഇങ്ങനെ സ്വലാത്തും ദിക്റുമായിട്ട് നടക്കുന്നവരൊപ്പം അതുപോലെ തന്നെ ഈ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെ ഒപ്പം കൂടാതെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ പറയണത്? കേൾക്കുമ്പോൾ ഇതിൽ യൂട്യൂബിലൂടെ പറയാനല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പറയാനുള്ളൊരു മാധ്യമം ഇത് മാത്രമല്ലേ. അതുകൊണ്ടാണ് ഇതിലൂടെ പറയുന്നത്, അതുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഏത് യവനെ അംഗീകരിച്ചാലും സമസ്തയിലുള്ള എല്ലാ ആളുകളെയും നമുക്ക് അംഗീകരിക്കാം. ഈ വട്ടൂരികൾ